കഴിഞ്ഞ 2-3 ആഴ്ചകൾ ഒരു അസുഖകരമായ സമാധാനത്തിൻ്റെ, ശാന്തതയുടെ വാർത്തകളാണ് ഗൾഫിൽ നിന്ന് വന്നത്, പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും വന്നത്. ആ സമാധാനം വീണ്ടും ഭഞ്ജിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനിയൻ മിസൈൽസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പതിച്ചിരിക്കുന്നു. UAE ആണെങ്കിൽ വലിയ മാറ്റങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പക്കിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. GCC ബന്ധം അവിടെ തുടരുമ്പോൾ പോലും വേറൊരു പന്ഥാവ് വെട്ടിത്തെളിക്കുന്ന ഒരു തിരക്കിലാണ്. അവിടേക്ക് വീണ്ടും മിസൈലുകളുടെ വർഷം ഇറാനിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഭാഗികമായെങ്കിലും വെടിനിർത്തൽ അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ അതിനേക്കാൾ സ്തോഭജനകമായ, ആശ്ചര്യജനകമായ കാര്യം, ഈ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ബലം പ്രയോഗിച്ച് 100 അമേരിക്കൻ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലേക്ക് പ്രവേശിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിനർത്ഥം എന്താ? ബലം പ്രയോഗിച്ച് കടക്കാൻ ശ്രമിച്ചാൽ ബലം പ്രയോഗിച്ച് തടയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കുമ്പോൾ അത് കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം, നാവിക യുദ്ധം. ഇതുവരെ അങ്ങനെ ഒരു നാവിക യുദ്ധം നമ്മൾ കേട്ടില്ല. ഏറിയൽ ബോംബാർഡ്മെന്റ് കേട്ടു, ഏകപക്ഷീയമായ പ്രഹരം ഇറാന് നേരെ, ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം, മിസൈൽ ആക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ. ഇതാണിപ്പോൾ ഇതുവരെ കേട്ടത്. ഇനിയിപ്പോൾ നാവിക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നോക്കൂ, നമുക്കതിൻ്റെ തന്നെ സാധ്യതാപരമായി നോക്കാം. ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾ കിടക്കുന്നത് എവിടെയാണ്? പേർഷ്യൻ ഗൾഫിന് കിഴക്ക്, അതായത് ഹോർമൂസ് കടലിടുക്കിനും കിഴക്ക്, ഗൾഫ് ഓഫ് ഒമാൻ, ആ പ്രദേശത്ത് അറബിക്കടലിൻ്റെ കയറി കിടക്കുന്ന ഭാഗമാണ് ഗൾഫ് ഓഫ് ഒമാൻ. അതേസമയം ഹോർമൂസിലോട്ട് പ്രവേശിച്ചിട്ടുമില്ല. ആ പ്രദേശത്താണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ സാന്നിധ്യം. ഒരു വിമാനവാഹിനി കപ്പൽ പണിയാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോയി, മറ്റൊന്ന് കൂടി എത്തുന്നു എന്ന വാർത്തയുണ്ട്. അപ്പോൾ USS എബ്രഹാം ലിങ്കൻ, USS ജെറാൾഡ് ഫോർഡാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ജോർജ് ബുഷ് ഇതാ എത്തുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ വെറുതെ അലങ്കാരത്തിന് കൊണ്ടിട്ടിരിക്കുന്നതല്ല, ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ് ആവശ്യമെങ്കിൽ. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു വിമാനവാഹിനി കപ്പലിനും യഥാർത്ഥത്തിൽ ഹോർമൂസ് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനാവില്ല, പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അവർക്ക് ദൂരെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. അതേസമയം ചെറുകിട യുദ്ധ കപ്പലുകൾക്ക് ഹോർമൂസിലേക്ക് സാങ്കേതികമായി പ്രവേശിക്കാൻ കഴിയും. അവിടെ ഉപരോധമാണ്. അപ്പോൾ ഏതാനും കപ്പലുകളെ ഇറാൻ മടക്കി അയച്ചു എന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നറിയില്ല. അമേരിക്ക അതിന് സ്ഥിരീകരണം കൊടുത്തിട്ടുമില്ല. അതുപോലെ ഇറാന്റെ ചരക്ക് കപ്പൽ, അതിൽ നിന്ന് പിടിച്ചെടുത്ത 22 നാവികരെ പാകിസ്ഥാന് കൈമാറിയതായി വിവരമുണ്ട്. അമേരിക്ക പാകിസ്ഥാന് കൈമാറിയതായി വിവരമുണ്ട്. അവർ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നതായും അറിയുന്നു. ഇതിനിടയിൽ, ഈ അന്ത്രാളഘട്ടത്തിനിടയിലൂടെ 37 ഇറാനിയൻ ചരക്ക് കപ്പലുകൾ കര പറ്റി പാകിസ്ഥാൻ തീരം വഴി പുറംകടലിലേക്ക് പോയതായും റിപ്പോർട്ടുണ്ട്. അതൊന്നും തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? യഥാർത്ഥത്തിൽ നോക്കുക, 12 നോട്ടിക്കൽ മൈൽ, 10-20 കിലോമീറ്ററോളം വരും കടൽ, തീരക്കടൽ ആ രാജ്യത്തിൻ്റെ ടെറിട്ടറിയുടെ എക്സ്റ്റൻഷനാണ്. അങ്ങനെയെങ്കിൽ പേർഷ്യൻ ഉൾക്കടലിൻ്റെ ഭാഗത്ത് 12 കിലോമീറ്ററോളം അത് കര പറ്റിയാണ്. ഈ കര ചേർന്ന് മുൻകാലത്ത് കപ്പലുകൾ സഞ്ചരിക്കുന്നത് പോലെ, പായ്ക്കപ്പലുകളൊക്കെ മുൻകാലത്ത് സമുദ്രത്തിന് കുറുകെ സഞ്ചരിക്കുന്നത് മാത്രമല്ല, അനുകൂലമായ കാറ്റാണെങ്കിൽ തുഴയുടെ സഹായത്തോടു കൂടി തന്നെ ഒരുപാട് സമയം എടുത്തുകൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തീരക്കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ട്, ഈ വലിയ രീതിയിൽ സ്റ്റീം കപ്പലുകളൊക്കെ വരുന്നതിന് മുൻപ് ഉള്ള കാലത്ത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ കപ്പലുകൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഉപരോധം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ എണ്ണയുടെ സിംഹഭാഗവും കെട്ടിക്കിടക്കുകയാണ്, സംശയമില്ല. പക്ഷെ ചില വസ്തുക്കൾ അകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അനുമതിയോടുകൂടി, ഇറാന്റെ അനുമതിയോടുകൂടി ഇന്ത്യയുടെ ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം ഹോർമൂസ് വിട്ട് പുറത്തു പോയതായി വാർത്തയുണ്ടല്ലോ. 13-ാം തീയതി അത് വിശാഖപട്ടണം കടൽ തീരത്ത്, വിശാഖപട്ടണം തുറമുഖത്ത് എത്തിച്ചേരും എന്നും വാർത്തയുണ്ട്. അത് ഓയിൽ ടാങ്കറാണ്. അപ്പോൾ ഉപരോധം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചെറിയ രീതിയിൽ കപ്പലുകൾ കടക്കുന്നുണ്ട്. പക്ഷെ 100 കണക്കിന് കപ്പലുകൾ ഹോർമൂസിനുള്ളിൽപ്പെട്ട് പേർഷ്യൻ ഗൾഫിൽ പലയിടത്തായി നങ്കൂരമിട്ടിരിക്കുന്നു. അവയെ പുറത്തെത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്കയുടെ സാഹസികമായ നീക്കം എന്നാണ് ട്രംപ് പറയുന്നത്.
പക്ഷെ ആ നീക്കം ഉറപ്പായി ഒരു നാവിക യുദ്ധത്തിൽ കലാശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇറാൻ കീഴടങ്ങണം. കീഴടങ്ങിയിട്ടില്ല എങ്കിൽ ഇറാന്റെ നാവികസേനയിൽ കപ്പലുകളല്ല, നാവികസേനയിൽ ഉള്ളത് ഗൺ ബോട്ടുകൾ, ചെറിയ ഗൺ ബോട്ടുകളാണ്. പക്ഷെ അവരെ ഈയാമ്പാറ്റകളെ പോലെ അല്ലെങ്കിൽ വലിയ വലിയ രീതിയിൽ വെട്ടുക്കിളികളെ പോലെ കൂട്ടത്തിൽ വന്ന് ആക്രമിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് ഗൺ ബോട്ടുകളുണ്ട്. അത് തകർക്കാനും കഴിയും. പക്ഷേ അത് ഓരോന്നോരോന്നായി തകർക്കുന്നത് ശ്രമകരമായ ദൗത്യമാണ്. വലിയൊരു കപ്പലിനെ തകർക്കുന്നത് എളുപ്പമാണ്. അതൊരു മിസൈൽ പ്രയോഗം മതിയാകും. അതുകൊണ്ട് ഇറാന്റെ സാങ്കേതിക വിദ്യയൊക്കെ നാവിക രംഗത്ത് വളരെ പരിമിതമാണ്. പക്ഷേ അന്തർവാഹിനിയുണ്ട്. വലിയ അന്തർവാഹിനികളല്ല, ന്യൂക്ലിയർ പവേർഡ് ബിഗ് ടൈം സബ്മറൈൻസ് അല്ല, മറിച്ച് ചെറിയ വാഹിനികളുടെ ഒരു ചെറിയ ഫ്ലീറ്റ് ഉണ്ട്. അവ ഇതുവരെ ഉപയോഗിക്കപ്പെട്ടതായി ആക്രമണം നടത്തിയതായി റിപ്പോർട്ടില്ല. അത് മുഴുവൻ തന്നെ കടലിനടിയിൽ, പേർഷ്യൻ ഉൾക്കടലിനടിയിൽ എവിടെയൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവയെ ഡിറ്റക്ട് ചെയ്യാനും അവയെ തകർക്കാനും അമേരിക്കയ്ക്ക് കഴിയണമെങ്കിൽ അമേരിക്കയുടെ നാവിക വ്യൂഹം, പടക്കപ്പലുകൾ ഹോർമൂസ് കടന്ന് പേർഷ്യൻ ഗൾഫിലെത്തണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതുവരെ. നാളെ സംഭവിച്ചുകൂടായികയില്ല. അതിനുവേണ്ടി നടത്തുന്ന ബലപ്രയോഗം യുദ്ധത്തിൽ കലാശിക്കും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ഇതിവൃത്തം. ഇനി GCCയിലേക്ക് തന്നെ വരാം. ഇറാൻ എന്തുകൊണ്ട് UAE ഇപ്പോൾ ആക്രമിച്ചു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. UAEയുടെ ഫുജൈറ തീരം ആക്രമിക്കപ്പെട്ടു. അത് കിഴക്കൻ തീരമാണ്. ഫുജൈറ കേന്ദ്രീകരിച്ച് എണ്ണ കടത്താനുള്ള ശ്രമമാണ്. ഇപ്പം UAE ഓൾട്ടർനേറ്റ് പ്ലാനാണ്. കാരണം പേർഷ്യൻ ഗൾഫിനുള്ളിലല്ല, മറിച്ച് പേർഷ്യൻ ഗൾഫിന് പുറത്ത് ഒമാൻ ഉൾക്കടലിൻ്റെ ഭാഗമായി ഉള്ള സ്ഥലമാണ് ഫുജൈറ. UAEയുടെ ഒരു ഭാഗമാണ്. ഒമാനോട് ചേർന്ന് കിടക്കുന്ന കിഴക്കൻ പ്രദേശമാണ്. അവിടേക്ക് ആക്രമണം വ്യാപിപ്പിച്ചത്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ ഉപരോധം മറികടന്ന് എണ്ണ കൊണ്ടുപോകണ്ട. അപ്പം ഇന്ത്യക്ക് ഉൾപ്പെടെ ചെറിയ ഉൾക്കടലുമുണ്ട്. ഇന്ത്യ വലിയ തോതിൽ ഈ ഫുജൈറയിലേക്ക് പമ്പ് ചെയ്തെത്തുന്ന എണ്ണ അവിടെ നിന്നും ടാങ്കറുകളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാം എന്ന ഒരു ചിന്തയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇറാനെ ഒന്ന് പറഞ്ഞ് വശീകരിച്ച് കപ്പം കൊടുത്തോ ഇല്ലയോ എന്ന് ഇന്ത്യ തെളിച്ച് പറയുന്നില്ല. അപ്പം ഇറാൻ ഇപ്പോൾ പറയുന്നത് UAE തങ്ങളോട് സഹകരിക്കണം, ഒമാൻ തങ്ങളോട് സഹകരിക്കണം. 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഹോർമൂസിന് മേൽ നിയന്ത്രണം ഉണ്ടാകാനാവൂ. വടക്ക് ഇറാൻ, തെക്ക് UAE ആൻഡ് ഒമാൻ. ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഒരു സമാധാനപരമായി അവിടേക്കുള്ള ചരക്ക് നീക്കത്തിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന പ്രപ്പോസലും ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. 14 ഇന പ്രപ്പോസൽസാണ് അമേരിക്കയുടെ മുന്നിൽ ഇറാൻ ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന കൊടുത്തുവിട്ടിരിക്കുന്നത്. അതിൽ പലതും പ്രഥമദൃഷ്ടി അതിനെ അമേരിക്ക തള്ളിക്കളഞ്ഞതുമാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു താനത് പരിഗണിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഹോർമൂസിന്റെ മേലുള്ള നിയന്ത്രണം തങ്ങൾ അവസാനിപ്പിക്കാം എന്ന പ്രോമിസാണ്. പക്ഷേ ഒറ്റ കണ്ടീഷനാണ് പറയുന്നത്, നാവിക ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കണം. കണ്ടീഷണലാണ്. അൺകണ്ടീഷണൽ ഓഫറുകൾ ഒന്നും തന്നെ ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ വെച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഈ കണ്ടീഷൻസ് വെച്ചൊരു ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അൺകണ്ടീഷണലായിട്ട് തന്നെ ഇറാൻ നാവിക ഉപരോധം 24 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സമ്പൂർണമായ ഒരു വിടുതൽ ഇറാൻ പ്രഖ്യാപിച്ചതാണ്. അപ്പോഴാണ് കളം കംപ്ലീറ്റ്ലി കാലയ്ക്ക് മറിച്ചുകൊണ്ട് ട്രംപിൻ്റെതായ വേണ്ടാത്ത ചില സമയത്തെ വേണ്ടാത്ത പ്രസ്താവനകൾ വരുന്നത്. അപ്പോൾ ഇറാൻ വീണ്ടും ആ ഹോർമൂസ് അടച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് ഇവിടെ വേണ്ടത് ഒരു വൺ കൺസെഷൻ. ഇറാന്റെ ഭാഗത്തുനിന്നും പറയാം, തങ്ങൾ ഏകപക്ഷീയമായി 24 മണിക്കൂറത്തേക്ക് ഹോർമൂസ് തുറക്കുന്നു. അവിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടാവില്ല. ചരക്ക് നീക്കം നടക്കട്ടെ. നിശ്ചിത എണ്ണം ചരക്ക് കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ കെട്ടിക്കിടക്കുന്നത് തങ്ങളുടെ അനുവാദത്തോടെ ആ സമയത്ത് പുറത്തു പോകാം. അവശ്യ സാധനങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾക്കുള്ള അവശ്യ മെറ്റീരിയൽസുമായി മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു സമയത്ത് നിശ്ചിത എണ്ണം കപ്പലുകൾ അകത്തേക്ക് വരാം. ഗുഡ്വിൽ ജസ്റ്റർ എന്നാണ് അതിന് പറയുക. ഇങ്ങനെ ചർച്ച നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. മാറി ചിന്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. ഒരു ഗുഡ്വിൽ ജസ്റ്റർ, അത് ഗൾഫ് രാജ്യങ്ങളോടുള്ള ഒരു ഒലിവ് ബ്രാഞ്ച് അനക്കുന്നതിന് തുല്യമാണത്. അപ്പം ഗൾഫ് രാജ്യങ്ങളും സപ്ലൈ ചെയിൻ മുറിയാൻ പാടില്ലല്ലോ. അവർക്ക് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് വെളിയിൽ നിന്ന് കൊണ്ടുവരണം. അതെല്ലാം എയർലിഫ്റ്റ് ചെയ്യുന്നത് ചിലവേറിയ അനുഭവമാണ്. അതുകൊണ്ട് കടലിൽ കപ്പലിലൂടെ ഹോർമൂസ് കടന്നെത്തണം. അതിനുള്ള അനുവാദം ഇറാൻ കൊടുക്കണം. ആ സമയത്ത് അവരെ വെടിവെക്കാൻ നോക്കരുത്. അമേരിക്കയും ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യണം. തങ്ങൾ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം കുറച്ച് സമയത്തേക്ക്, ഈ സമയത്തേക്ക് ഇറാൻ ഇത് അനുവദിക്കുന്ന അത്രയും സമയത്തേക്ക് നാവിക ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നു. സിങ്ക്രണൈസ്ഡ് ആണ്. ഇങ്ങനെയൊക്കെ അല്ലേ വേണ്ടത്? നമുക്ക് മാറി നിന്നുകൊണ്ട് ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. നെഗോഷിയേറ്റ് ചെയ്യേണ്ടവർ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ആംഗിൾസ് ആണ്.
കാരണം പരസ്പര വിട്ടുവീഴ്ചയില്ലാതെ ഒരു പക്ഷത്തിന് മാത്രം വിജയമുണ്ടാകുന്ന രീതിയിൽ, അത് അമേരിക്കൻ പക്ഷമാകട്ടെ ഇറാൻ പക്ഷമാകട്ടെ, വിജയമുണ്ടാകുന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാവില്ല. യുദ്ധം മാത്രമേ പരിഹാരമുള്ളൂ. പിന്നെ യുദ്ധം ഒന്നിനും ശാശ്വതമായ പരിഹാരമൊട്ടല്ല താനും. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ UAE ആക്രമിക്കുന്നു. അവസാന ശ്രമം എന്നുള്ള നിലയിലായിരിക്കും UAE ഈ സാഹസത്തിൽ നിന്നും എണ്ണ വിറ്റുകൊണ്ട്, ഈ ഉപരോധമെല്ലാം മറികടന്നുകൊണ്ട് എണ്ണ വിൽക്കാനുള്ള UAEയുടെ തീരുമാനത്തിനെതിരെ, അത് മാത്രമല്ല സൗദി ഇപ്പം അമേരിക്കയുടെ മാത്രം ഡിക്റ്റാറ്റ് അനുസരിച്ചാണ് UAE മുന്നോട്ട് പോകുന്നത്. ഇപ്പം UAE ഒന്നും കാണാതെ ഒപ്പെക്കിൽ നിന്നും പുറത്തിറങ്ങില്ല. ആത്യന്തികമായ ചിന്ത എന്താണ്? അമേരിക്കയുടെ ചിന്ത എന്താണ്? ഒപ്പെക്കിനെ പൊളിച്ച് കയ്യിൽ കൊടുക്കണം. സൗദി ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ ഡോമിനേഷനിൽ നിന്നും മാറി UAE സ്വതന്ത്രമായി പൂർണ്ണമായി അമേരിക്കയെ ആശ്രയിക്കുന്ന രീതിയിൽ നിന്നാൽ അമേരിക്കയുടെ വേറൊരു സമാന്തര കച്ചവടം, അതിനുള്ളിൽ സമാന്തരമായ ഒരു കച്ചവടം നടക്കും. അത് അമേരിക്കയുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് UAE തെരഞ്ഞുപിടിച്ച് ഇറാൻ ആക്രമിച്ചത് എന്നുകൂടി കരുതുന്ന ചിലരുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ എന്തായാലും ശരി, വീണ്ടും സർവകലാശാലകൾ, കലാലയങ്ങൾ, സ്കൂളുകൾ എല്ലാം ഓഫ്ലൈനായി തുറന്നു വെച്ചിരുന്നത് ഉടനടി UAE അടച്ചിരിക്കുന്നു. UAE പൂർണ്ണമായി വ്യോമഗതാഗതം തുറന്നു കൊടുത്തു എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ വ്യോമഗതാഗതവും ഭാഗികമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ പൂർണ്ണ സമാധാനമാണെങ്കിൽ ഇനി മിസൈലുകൾ രക്ഷപ്പെട്ടു, ഇനി ഇറാനിയൻ മിസൈലുകൾ വരില്ലല്ലോ എന്ന് കരുതി നിശ്വാസം ഉതിർക്കാൻ അങ്ങനെ തയ്യാറാവണ്ട എന്ന സൂചന കൂടിയാവാം ഇറാൻ ആക്രമണത്തിന് പിന്നിൽ. അതുകൊണ്ട് ഇത് ഇറാൻ ചെയ്തത് ശരിയായി എന്ന് പറയുന്നില്ല, ശരിയല്ല, ഒരു ആക്രമണവും ശരിയല്ല. അതെൻ്റെ നിലപാട്. എക്കാലത്തെയും എല്ലാം തെറ്റ് തന്നെയാണ്. ഇറാനെ അമേരിക്ക ആക്രമിച്ചത് തെറ്റ്, ഇറാൻ UAEയും സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളെ ആക്രമിച്ചത് തെറ്റ്. ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരാളാണ്. പലരും ഉണ്ട്, അതിൽ ഒരാളാണ് ഞാൻ. പരിഹാരങ്ങളുണ്ട്. അല്ലാതെ വാർ മോങ്കറിങ് എന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സ് കളങ്കപ്പെടരുത്. യുദ്ധം ജനിച്ചു വീഴുന്നത് പടനിലങ്ങളിലല്ല, മനുഷ്യ മനസ്സുകളിലാണ്. മനുഷ്യ മസ്തിഷ്കങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിലുള്ള ആളുകളുടെ മനസ്സുകളിൽ ശാന്തത ഉണ്ടാകുമ്പോൾ യുദ്ധകാർമേഘങ്ങൾ അകന്നു പോകും. അതുകൊണ്ടാണ് നെഗോസിയേഷൻ, ചർച്ചകളിലൂടെ കൃത്യമായ പരിഹാരമുണ്ടാക്കാം, ആണവ വിഷയത്തിൽ ഉൾപ്പെടെ. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടത് വൺ സ്മോൾ ജെസ്ചർ, ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു, താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു, എന്നിട്ട് ചർച്ചകൾക്കുള്ള അന്തരീക്ഷം ഒരുക്കുന്നു. ഗൺ പോയിന്റിൽ നിർത്തി ചർച്ച നടക്കില്ല എന്ന് 10ാമത്തെ പ്രാവശ്യവും തെളിച്ചു പറയുന്നു. ഇങ്ങനെ മാത്രമേ ശാശ്വതമായി നമുക്ക് എത്രയോ പ്രിയപ്പെട്ട ആളുകൾ ജീവിക്കുന്ന, അവർ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്ന, ജീവിക്കുന്ന, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പോലും താങ്ങി നിർത്തുന്ന ഗൾഫിൽ അങ്ങനെ മാത്രമേ സമാധാനം ഉണ്ടാവൂ എന്ന ചിന്തയോടുകൂടി അവസാനിപ്പിക്കട്ടെ.